ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും EZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ PSCയുടെ ഭാഗത്തു നിന്നും PSC എഴുതേണ്ട പ്രായപരിധി ഒരു 40 വയസ്സായിട്ട് ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പുതുതായിട്ട് ഈ പറയുന്ന PSCയിലേക്ക് വരുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോളം ഈ പറഞ്ഞ ഫോഴ്സ് ലെവൽ എക്സാമിനേഷൻസ് നോക്കുന്നവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പൊതുവെ ഈ പറഞ്ഞ പ്രായപരിധി അപ്പോൾ ഒരു ചോദ്യചിഹ്നമായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പേർക്കുള്ള സംശയമായിരുന്നു ഈ പറഞ്ഞ ഫോഴ്സ് ലെവൽ എക്സാമിനേഷൻസിൻ്റെ ഒന്ന് പ്രായപരിധിയെക്കുറിച്ചൊന്ന് പറയണേ എന്നുള്ളത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത് ഇപ്പോൾ PSC വിളിക്കുന്ന പ്രധാനപ്പെട്ട 5 ഫോഴ്സ് ലെവൽ എക്സാമിനേഷൻസിൻ്റെ എന്താണ് അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട ഏജ് ലിമിറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എന്ത് ചെയ്യുക, കണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ടും അറിയിക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറയുന്നത് എക്സൈസ് വകുപ്പിലെ എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി എന്ന് പറയുന്ന വിഭാഗത്തിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷനാണ്. എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി എന്ന് പറയുന്ന വിഭാഗത്തിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് 19 മുതൽ 31 വയസ്സ് വരെയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ടൊരു കാര്യം പറയട്ടെ, നമ്മൾ പ്രധാനമായിട്ട് ഈ പറഞ്ഞ ഏജ് ലിമിറ്റ് പറയുന്നത് മുൻകാല നോട്ടിഫിക്കേഷനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതായത് 2025 വിളിച്ചിട്ടുണ്ടായിരുന്ന ഫോഴ്സ് ലെവൽ എക്സാമിനേഷൻസിൻ്റെ അല്ലെങ്കിൽ പറഞ്ഞ ഫോഴ്സ് ലെവൽ എക്സാമിനേഷനോട് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻസുമായി ബന്ധപ്പെട്ട ഒരു അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനോട് ആണ് എന്ത് ചെയ്യുക, നോട്ടിഫിക്കേഷനിൽ നിന്ന് എടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് എന്ത് ചെയ്യുന്നത് അവിടെ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജനറൽ വിഭാഗത്തിൻ്റെ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 19 മുതൽ 31 വയസ്സ് വരെയാണ്. ഓക്കെ, അതായത് മുൻവർഷ നോട്ടിഫിക്കേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തൊട്ട് മുമ്പത്തെ അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമിനേഷൻ നടക്കാൻ വേണ്ടി പോകുന്ന ആ നോട്ടിഫിക്കേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ 2/1/1994 1/1/2006 ഇടയിൽ ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു. ഓക്കെ, അപ്പം ഇനി ഒരാൾ എഴുതാൻ പോവുകയാണെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ 19 വയസ്സിനും 31 വയസ്സിനും ഇടയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറ്റും, അപേക്ഷകൾ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയും കൂടെ നോട്ട് ചെയ്ത് വെക്കുന്നപ്പോൾ നന്നായിരിക്കും. കാരണം ഇതിനൊരു ഡിഗ്രി എന്താണ് വേണ്ട ഒരു തസ്തികയും കൂടിയാണ് ഈ എക്സൈസ് വകുപ്പിലെ എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി എന്ന് പറയുന്നത്. രണ്ടാമതാണ് പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസിലെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്ന് പറയുന്നത്, അതായത് APO എന്ന് പറയുന്നത് അല്ലേ. APO എന്ന് പറയുന്നത് അതിന് പരീക്ഷകൾ ഇനി വരാനിരിക്കുകയാണ് അല്ലേ. ഏപ്രിൽ മാസത്തിലായിരിക്കും പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രായപരിധി എന്ന് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, ഈ പറഞ്ഞ പ്രായപരിധി പ്രധാനമായിട്ടും ജനറൽ വിഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്നത്. SC ST OBC വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ചെറിയ വ്യത്യാസങ്ങൾ എന്ത് ചെയ്യും ഉണ്ടാകുന്നതായിരിക്കും. അതായത് ഇച്ചിരിയും കൂടെ ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മുൻവർഷ നോട്ടിഫിക്കേഷൻ അതായത് 2025 വിളിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു. ഇതിൻ്റെ ഒരു വിദ്യാഭ്യാസ യോഗ്യത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അത് SSLC ആണ്. ഓക്കെ, ഇടയ്ക്ക് കുറേ വീഡിയോ ഉണ്ടായിരുന്നു, പ്രധാനമായിട്ട് ഈ പറയുന്ന SSLC മാറ്റിയിട്ട് +2 വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് മാറ്റുമെന്നൊക്കെ പറഞ്ഞൊരു ചർച്ച ഇടയ്ക്കിടെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ വ്യത്യാസം വന്നിട്ടില്ല. ഓക്കെ, അടുത്തത് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി എന്ന് പറയുന്ന വിഭാഗത്തിലേക്കുള്ള അടുത്തൊരു നോട്ടിഫിക്കേഷനാണ്. അതിൻ്റെ ഈ പറഞ്ഞ പ്രായപരിധി എന്ന് പറയുന്നത് 20 മുതൽ 31 വയസ്സ് വരെയാണ് അല്ലെ. 20 മുതൽ 31 വയസ്സ് വരെയാണ് അതിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത്. അതായത് തൊട്ട് മുമ്പ് വിളിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ പറഞ്ഞ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 2/1/1994 1/1/2005 ഇവിടെ ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഇത് മുൻ വർഷങ്ങളിൽ വിളിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ അടിസ്ഥാനപ്പെടുത്തിയാണേ. ഓക്കെ, അങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, ഈ പറയുന്ന 89 എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ 94 എന്നൊക്കെ പറയുന്നത് 95 ആകും, 2005 എന്ന് പറയുന്നത് 2006 ആകാം. ഓക്കെ, അങ്ങനെ കൂടിയിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന തസ്തികയിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം എന്തായിരിക്കും, അത് ഡിഗ്രിയാണ്. ഓക്കെ, അടുത്തത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് അല്ലെങ്കിൽ നമ്മുടെ ഫയർഫോഴ്സ് എന്ന് പറയും. ഫയർഫോഴ്സിലേക്കുള്ള ഒരു വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് അല്ലെങ്കിൽ അപേക്ഷിക്കാനുള്ള ഒരു വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുമ്പോൾ അത് SSLC ആണ്. അതേപോലെ തന്നെ പ്രായപരിധിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് 18 മുതൽ 26 വയസ്സിനിടയിലുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൂടാതെ തന്നെ ഈ റിസർവ്ഡ് കാറ്റഗറീസ് ആയിട്ടുള്ള SC ST OBC വിഭാഗത്തിൽപ്പെടുന്നവർക്ക് എന്താണ് ഏജ് റിലാക്സേഷൻ ഇവിടെ എന്താണ് ബാധകമാണ്. മുൻവർഷ നോട്ടിഫിക്കേഷനെ അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ 2/1/1999 1/1/2007 ഇവിടെ ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരുന്നു. അതേപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്കുള്ള അടുത്ത നോട്ടിഫിക്കേഷൻ ആയിരുന്നു. അതെന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ +2 വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു തസ്തിക കൂടിയായിരുന്നു. ഓക്കെ,
ഓക്കെ സോറി ഒരു തെറ്റുണ്ട്. അതായത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് +2 ആണ് വിദ്യാഭ്യാസ യോഗ്യത. ഓക്കെ +2 ആണ് വിദ്യാഭ്യാസ യോഗ്യത. അപ്പം സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് 19 മുതൽ 31 വയസ്സ് വരെയാണ്. +2 ആണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് വരുന്നത്. മുൻവർഷ നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ പറഞ്ഞ 1/2/94 1/1/2006 ഇടയിൽ ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് പോലീസ് ബറ്റാലിയൻ എന്ന് പറയുന്ന തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ. ഓക്കെ, അതായത് വിവിധ ബറ്റാലിയൻ, അതായത് പത്തനംതിട്ട, തിരുവനന്തപുരം, അതേപോലെ തന്നെ മലപ്പുറം, MSP പോലുള്ള അല്ലേ വിവിധ ബറ്റാലിയനിലേക്കുള്ള കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്കുള്ള തസ്തിക അല്ലേ. അപ്പോൾ അതിലേക്ക് നോക്കുകയാണെങ്കിൽ അതിൽ ഈ പറഞ്ഞ രീതി +2 ആണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് വരുന്നത്. 18 മുതൽ 26 വയസ്സ് വരെയാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ പറഞ്ഞ 2/1/99 1/1/2007 ഇവിടെ ജനിച്ചവർക്ക് മുൻവർഷ നോട്ടിഫിക്കേഷൻ അടിസ്ഥാനപ്പെടുത്തി എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരുന്നു. അടുത്താണ് BFO എന്ന് പറയുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ തസ്തികയിലേക്കുള്ളത്. അതിൻ്റെയൊക്കെ എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം BFOയുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ഒക്കെ ഒരു പ്രായപരിധി എന്ന് പറയുന്നത് 19 മുതൽ 30 വയസ്സിന് ഇടയിൽ പ്രായമുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും. അതായത് 2/1/95 1/1/2006 ഇവിടെ ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ തസ്തികയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരുന്നു. അത് ഒരു +2 വിദ്യാഭ്യാസ യോഗ്യത വേണ്ടി വരുന്നൊരു തസ്തികയും കൂടി ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് കൂടാതെ തന്നെ പൊതുവെ ഞാൻ പറഞ്ഞു റിലാക്സേഷൻസ് ലഭിക്കാറുണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ 18 മുതൽ 26 വയസ്സ് വരെയാണ് ഒരു പോലീസിലേക്കുള്ള അപേക്ഷ അയക്കാനുള്ള ഒരു പ്രായം എന്ന് പറയുന്നത്. കൺസിഡർ ചെയ്യാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ OBC വിഭാഗത്തിൽ പെടുന്നൊരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോളം അവൻ ഈ പറയുന്ന രീതിയിൽ 29 വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷകൾ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കും. SC/ST വിഭാഗത്തിൽ പെടുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോളം അവൻ ഈ പറഞ്ഞ രീതിയിൽ 31 വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷകൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളതാണ്. ഓക്കെ, ഈ റിലാക്സേഷൻസ് ഏറെക്കുറെ എല്ലാ തസ്തികകൾക്കും ബാധകമാണെന്നുള്ളതാണ്. ഇനി ഞങ്ങൾ പറഞ്ഞു വന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇതുവരെയുള്ള എക്സാമിനേഷൻസ്, അതായത് ഈ പറയുന്ന 40 വയസ്സ് PSCയുടെ അപ്പർ ഏജ് ലിമിറ്റ് ആക്കിക്കൊണ്ടുള്ള ഉത്തരവ് അല്ലേ വരുന്നതിന് മുമ്പ് വിളിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഏജ് ലിമിറ്റുകളാണ്. ഇതുവരെയും ഈ പറഞ്ഞ രീതിയിൽ ഈ പറഞ്ഞിരിക്കുന്ന തസ്തികകൾക്കൊന്നും തന്നെ പ്രായപരിധിയിൽ എന്ത് ചെയ്യുന്നില്ല, വ്യത്യാസങ്ങൾ വരുത്തിയിട്ടില്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന സമയങ്ങളിലും ഈ പറഞ്ഞ രീതിയിൽ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ഏജ് ലിമിറ്റ് വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇനി ഒരു സർക്കുലർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇറക്കാത്ത പക്ഷം, അതായത് സേനകളിലേക്ക് ഒരു പുതിയ സർക്കുലർ വരാത്ത പക്ഷം ഇതൊക്കെ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഏജ് ലിമിറ്റായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നിങ്ങൾ ചില സമയങ്ങളിൽ ഈ പറഞ്ഞ പല വീഡിയോയിലായിട്ട് ചിലപ്പോൾ കേട്ട് കാണും ഈ പറഞ്ഞ രീതിയിൽ സേനകളുടെ ഏജ് ലിമിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് സാധ്യത ഉണ്ടെന്നുള്ളത്. പക്ഷേ പൊതുവേ ഈ പറയുന്ന രീതിയിൽ സേനകളുടെ ഈ പറയുന്ന ഏജ് ലിമിറ്റ് കൂട്ടാൻ സാധ്യത വളരെ കുറവാണ്. ഓക്കെ, പിന്നെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നാലേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ അല്ലാതെ വലിയ വ്യത്യാസങ്ങൾ, അതായത് ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ ഉള്ളതിൽ നിന്നും കൂടുതൽ ഏജ് ലിമിറ്റ് ആക്കാനുള്ള സാധ്യത പൊതുവേ കുറവാണെന്ന് ആദ്യം തന്നെ എന്ത് ചെയ്യട്ടെ, പറയട്ടെ. ഓക്കെ, അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ പരീക്ഷകളുടെയും അതേപോലെ തന്നെ നമ്മളെല്ലാവരും തന്നെ നോക്കിയിരിക്കുന്ന മറ്റ് ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ എല്ലാം തന്നെ എക്സാമിനേഷൻസ് വരാനിരിക്കുകയാണ് അല്ലേ. അപ്പം അത്തരത്തിൽ വിവിധ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടൊക്കെ തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ഓക്കെ, വിവിധ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന പ്രിപ്പറേഷൻസ് ഒന്നും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഒരു ഗൈഡൻസ് അത്യാവശ്യമാണ്, ഒരു റാങ്കിലേക്ക് എത്തണമെങ്കിൽ നല്ലൊരു ഗൈഡൻസ് അത്യാവശ്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന നമ്മുടെ ECDP അക്കാഡമിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന 60 ദിവസം നീണ്ടു നിൽക്കുന്ന നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിന് വേണ്ടി ഒരു ക്രാഷ് ബാച്ചിലേക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്രാഷ് ബാച്ചിൻ്റെ പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ രീതിയിൽ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള പരിശീലനങ്ങളായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഭാഗമായിട്ട് നൽകുന്നത്. അതായത് ഈ പറയുന്ന രീതിയിൽ PVQ സെഷൻസും മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് സെക്ഷൻസും അതിന് ടെസ്റ്റുകളും അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് വൈസുള്ള ക്ലാസ്സുകളൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് പൊതുവേ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരുന്നത് എന്നുള്ളതാണ്. അപ്പം ഒരു പാതയാണ് നിങ്ങൾക്ക് ഇപ്പോഴും തുറന്നു കിട്ടാൻ പാടുള്ളത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും ഈ പറയുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഫുൾ ഇരുട്ട് മൂടി കിടക്കുകയാണ്, നിങ്ങൾ ഈ പറഞ്ഞ പഠിച്ചതൊന്നും തന്നെ നിങ്ങൾക്ക് പറഞ്ഞ രീതിയിൽ എവിടെ നിന്ന് പഠിച്ചു തുടങ്ങിയെന്ന് അറിയാൻ വയ്യ, അതേപോലെ തന്നെ എവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കണമെന്ന് അറിയാൻ വയ്യ അല്ലേ. പഠിച്ചതെല്ലാം തന്നെ ഈ പറഞ്ഞ രീതിയിൽ ശരിയായ രീതിയിലാണ് പഠിച്ചത്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് തന്നെയാണ് പഠിച്ചു എന്നുള്ള പറഞ്ഞ രീതിയിൽ സംശയമുള്ളവർക്ക് എന്ത് ചെയ്യാൻ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും, ജോയിൻ ചെയ്ത് പഠിച്ചു പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഈ പറഞ്ഞ കോഴ്സോടൊക്കെ ബന്ധപ്പെട്ട ഡൗട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൊട്ട് താഴെ നമ്മൾ വിളിച്ച് എന്ത് ചെയ്യാം, ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഈ പറയുന്ന ഇനി ഏത് സമയത്ത് സർക്കാർ ഈ പറയുന്ന രീതിയിൽ സേനാ ലെവലിൽ ഇപ്പം അതായത് ഫോഴ്സ് ലെവലിൽ
പ്രായപരിധി കൂട്ടുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെല്ലാം ആയിരിക്കും എന്നുള്ളത് താഴെ കമൻ്റായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം പുതുതായിട്ട് പറഞ്ഞ ഫോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ള അല്ലെങ്കിൽ താല്പര്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇത് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. ബൈ.